UDF കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥി KPCC സെക്രട്ടറി PM നിയാസിന്റെ തോൽവിയിൽ തെളിവെടുപ്പ് തുടങ്ങി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ പ്രഖ്യാപിച്ച അന്വേഷണ കമ്മീഷനാണ് തെളിവെടുപ്പ് നടത്തുന്നത്. പരാജയ ഭീതി 7 ദിവസം മുൻപ് കമ്മിറ്റികളിൽ അറിയിച്ചിരുന്നുവെന്ന് PM നിയാസ് 24നോട് പറഞ്ഞു. ഇങ്ങനെ ഒരു തോൽവി ഉണ്ടായിരുന്നെങ്കിൽ അന്വേഷിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ആ നിലയ്ക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വ്യക്തിപരമായി ഏറ്റെടുത്ത വിഷയമാണ്. കാരണം ഞാനാണ് പരാജയപ്പെട്ടത്. കോഴിക്കോട് കോർപ്പറേഷനിൽ നമുക്ക് ചെറിയ വോട്ടിന് ഉണ്ടായ പരാജയമാണ്. എനിക്കുണ്ടായ പരാജയത്തെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കട്ടെ. അതേക്കുറിച്ച് പാർട്ടി നടപടി എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി പ്രവർത്തകർ സജീവമായിരുന്നു. പക്ഷേ ചില ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ, കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ ഭാഗത്തുനിന്നും അമാന്തമുണ്ടായോ എന്ന കാര്യത്തിൽ സംശയം പാർട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കപ്പെടും. ഞാൻ 7 ദിവസം മുമ്പ് തന്നെ പാർട്ടി കമ്മിറ്റികളിലും പാർട്ടിയുടെ ഭാരവാഹികളുടെ നേതാക്കന്മാരുടെ ഒക്കെ ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. 7 ദിവസം മുമ്പ് ഇവിടേക്കാണ് പോകുന്നത്. PM നിയാസിന്റെ തോൽവി ഗൗരവത്തോടെ കാണുന്നുവെന്നും എവിടെയൊക്കെയോ അപാകത ഉണ്ടായെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ പറഞ്ഞു. KPCC അംഗമല്ല, KPCC ജനറൽ സെക്രട്ടറിയുടെ പരാജയം. കോഴിക്കോട്ടെ കോൺഗ്രസ് ഏറെ ഗൗരവത്തോടെ കാര്യമെടുത്തു. കാലാകാലങ്ങളായി UDF ജയിക്കുന്ന സീറ്റിൽ എങ്ങനെ നിയാസ് വക്കീൽ പരാജയപ്പെട്ടു? പാർട്ടിയിലെ ഏതെങ്കിലും പ്രവർത്തകരും അവിടെ അലസത കാണിച്ചെന്നോ എന്തെങ്കിലും പഴവിട്ട് കണ്ടാൽ ശക്തമായ ഒരു പാർട്ടിയിലുണ്ടാവും. ഒന്ന്, പൊതുജന മധ്യത്തിൽ പറയേണ്ട കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ പറയും. തിരുത്തേണ്ട നടപടികൾ തിരുത്തും, എടുക്കേണ്ട നടപടികൾ സ്വീകരിക്കും. മിഥില പാലൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. മിഥില, അപ്രതീക്ഷിതമായ പരാജയമാണ് കോഴിക്കോട്ടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന നിയാസിൻ്റേത് എന്നതാണല്ലോ DCC വിലയിരുത്തുന്നത്. ഇതിന്മേലുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി എന്ന് DCC പ്രസിഡന്റ് പറയുന്നത് നമ്മൾ കേട്ടു. ഗോപികൃഷ്ണൻ, കോഴിക്കോട് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് മേൽക്കൈ ഉണ്ടായ അല്ലെങ്കിൽ അവർ വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനിടയിലും അവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ ദുഃഖമായി അവർ പറയുന്ന ഒരു കാര്യമാണ് PM നിയാസിന്റെ തോൽവി എന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയം കാണുന്നത്. PM നിയാസിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കമ്മിറ്റികളിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് 7 ദിവസം മുൻപ് ചേർന്ന കമ്മിറ്റികളിൽ കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പ്രവർത്തനം ഇങ്ങനെ പോവുകയാണെങ്കിൽ താൻ പരാജയപ്പെടും എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ട രീതിയിൽ ആ ഒരു പരാതി ആരും ഗൗനിച്ചില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, താൻ ഒരു മതേതര വിശ്വാസിയായ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.